ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കമ്പോളങ്ങളിൽ ലഭിക്കുന്ന വെളിച്ചെണ്ണ ഭൂരിഭാഗവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മായം ചേർത്ത് എത്തുന്നവയാണ്. ഇത് നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്തുണ്ടാക്കുന്ന ആശങ്കകൾ ചെറുതല്ല. മലയാളിയുടെ നിത്യോപയോഗ ഇനമാണ് വെളിച്ചെണ്ണ. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ മായം കലർന്നതാണ് എന്ന സത്യം എത്ര പേർ അറിയുന്നു? കേരളത്തിൽ വിൽക്കപ്പെടുന്ന വിവിധ ബ്രാൻഡ് വെളിച്ചെണ്ണകളിൽ 90% നിലവാരം കുറഞ്ഞ മറ്റെണ്ണകൾ കലർത്തിയതാണെന്ന് പരിശോധനാ ഫലങ്ങൾ തെളിയിക്കുന്നു. പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന ലിക്വിഡ് പാരഫിൻ, ബ്ലീച്ച് ചെയ്ത കരിയോയിൽ, സിന്തറ്റിക് പെർഫ്യൂം എന്നിവ ചേർത്ത ചില വെളിച്ചെണ്ണ ബ്രാൻഡുകളും അപൂർവമായി നേരത്തെ വിപണിയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഗുണനിലവാര പരിശോധകർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവയെല്ലാം അർബുദമടക്കമുള്ള മഹാരോഗങ്ങളിലേക്ക് സമൂഹത്തെ നയിക്കാൻ പോന്ന ചേരുവകളാണ്. ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്ക് കിലോയ്ക്ക് മില്ലുകളിൽ ശരാശരി 150 രൂപയും പാക്ക് ചെയ്തതിന് ശരാശരി 170 രൂപയും വിലയുണ്ട്. എന്നാൽ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഇവിടെ എത്തുന്ന വിവിധ വെളിച്ചെണ്ണകൾക്ക് 100 മുതൽ 130 രൂപ വരെയാണ് വിപണി വില. മൊത്തക്കച്ചവടക്കാർക്ക് വിതരണക്കാർ നൽകുന്നത് 100 രൂപയിൽ താഴെ വിലയ്ക്കാണ്. കച്ചവടക്കാർക്ക് വലിയ ലാഭം നൽകിക്കൊണ്ട് വിതരണം ചെയ്യുന്ന മായം കലർന്ന ഇത്തരം വെളിച്ചെണ്ണയാണ് ഇന്ന് വിപണി കീഴടക്കുന്നത്. നിറവും മണവും എല്ലാം കൃത്രിമമായി ചേർക്കുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് പരാതിയും കുറവാണ്. എന്നാൽ ഇത്തരം വെളിച്ചെണ്ണകളുടെ ദീർഘകാലത്തെ ഉപയോഗം വലിയ ദുരന്തത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക. 1 ലിറ്റർ പൗച്ചിന് 120 തൊട്ട് 140 രൂപ വരെ ഇപ്പോൾ ചില ബ്രാൻഡുകൾ വിൽക്കുന്നുണ്ട്. വില കുറഞ്ഞ ബ്രാൻഡുകൾ വിൽക്കാനാണ് കടക്കാർക്ക് കൂടുതൽ താല്പര്യം. പേപ്പർ വില 140 രൂപയാണെങ്കിൽ 140 രൂപയുടെ താഴെ കിട്ടുന്ന വെളിച്ചെണ്ണ ഒരിക്കലും പ്യുവറായിരിക്കില്ല. 1 കിലോ കൊപ്ര ആട്ടിയാൽ അതിൽ നിന്ന് 600 ഗ്രാം വെളിച്ചെണ്ണ കിട്ടും. 35% പിണ്ണാക്കായി മാറും. കുറച്ച് ആവിയാകും. ലഭിക്കുന്ന വെളിച്ചെണ്ണയുടെയും പിണ്ണാക്കിന്റെയും വിലയെടുത്താലും കൊപ്രയുടെ വില കിട്ടില്ല. ജോലിക്കാരുടെ കൂലി, കറണ്ട് ചാർജ് ഇവയൊക്കെ കഴിച്ച് എങ്ങനെ വെളിച്ചെണ്ണ വില കുറച്ച് വിൽക്കാൻ കഴിയും എന്നാണ് കേരളത്തിലെ ഉൽപ്പാദകരുടെ ചോദ്യം. 1 കിലോ തേങ്ങയ്ക്ക് ശരാശരി 30 രൂപ വില വരും. 5 കിലോ തേങ്ങയുടെ കൊപ്ര ആട്ടിയാലാണ് ഏകദേശം 1 കിലോ വെളിച്ചെണ്ണ കിട്ടുക. തേങ്ങ വെട്ടി ഉണക്കി കൊപ്രയാക്കുന്നത് വരെ കൂലിയടക്കമുള്ള മറ്റു ചെലവുകൾ വേറെയും. തേങ്ങാവെള്ളവും പിണ്ണാക്കും തുച്ഛമായ വിലയ്ക്ക് വിൽക്കാൻ കഴിയും എന്നതുകൂടി കണക്കാക്കിയാലും വലിയ ലാഭമെടുക്കാൻ പരമ്പരാഗത മില്ലുകാർക്ക് കഴിയില്ല. അപ്പോൾ ഇത്ര കുറഞ്ഞ വിലയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ വിൽക്കാൻ കഴിയില്ല എന്നാണ് മില്ലുകാരടക്കമുള്ള ഉൽപ്പാദകർ പറയുന്നത്. അതേസമയം വിപണിയിൽ ഇത്ര കുറഞ്ഞ വിലയിൽ വെളിച്ചെണ്ണ ലഭിക്കാൻ തുടങ്ങിയതോടെ നമ്മുടെ നാട്ടിലെ പരമ്പരാഗത കൊപ്ര കച്ചവടക്കാരും വെളിച്ചെണ്ണ ഉൽപ്പാദകരും വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കുള്ള ഒരു വലിയ വിഷയമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ വില കുറഞ്ഞ മറ്റു എണ്ണകൾ വിപണിയിൽ കിട്ടുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ വന്ന് വാങ്ങാൻ അതിൽ എത്ര ഗുണമേന്മയെന്നുള്ളത് ചിന്തിക്കുന്നില്ല. ഗുണം എത്ര കുറഞ്ഞായാലും ശരി, വില കുറഞ്ഞ് കിട്ടുന്നതിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യം വന്നപ്പോൾ നമ്മുടെ സെയിൽസ്, വിൽപ്പന വളരെ കുറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിന്ന് പഴയ ഉണ്ടായിരുന്ന അത്രയും ജോലിക്കാർക്ക് ജോലി തന്നെ കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പുറകിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. എല്ലാ ദിവസവും ഇങ്ങനെ മായവും ഇങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ ഈ ഉള്ള കസ്റ്റമർ വെളിച്ചെണ്ണ വിട്ട് മറ്റുള്ള എണ്ണയിലേക്ക് പോകണതിൽ ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം. ടി വിയിലായാലും പേപ്പറിലായാലും എന്നും വെളിച്ചെണ്ണയുടെ മായമാണ് പറയാനുള്ളൂ. അപ്പോൾ ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് ഇത് വിലയും കൂടുതൽ, പിന്നെ എന്തിനാണ് ഇത് വാങ്ങണത്, അതിന് പകരം പാം ഓയിലോ സൺഫ്ലവറോ മേടിച്ചാൽ പോരെ എന്നുള്ളൊരു ചിന്ത ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതൊരു കൺസേൺ ആണ് ശരിക്കും പറഞ്ഞാൽ. ചുരുക്കം ചിലരെങ്കിലും ഉൽപാദനം നിർത്തിവെച്ച് മറുനാടൻ വെളിച്ചെണ്ണ വാങ്ങിവെച്ച് വിൽപ്പന തുടങ്ങിയിട്ടുണ്ടെന്നും അറിയുന്നു. അമിത ലാഭം ലഭിക്കുമെന്നത് മാത്രമല്ല, തൊഴിലാളികളുടെ കൂലി, വൈദ്യുതി ചാർജ് തുടങ്ങിയ തലവേദനകൾ ഇല്ല എന്നതും ഉൽപാദകരെ ആകർഷിക്കുന്നു. ഗോപാലപുരം വാളയാർ ചെക്ക് പോസ്റ്റ് വഴിയാണ് ഇവ കേരളത്തിൽ എത്തുന്നത്. ശുദ്ധ വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 5 രൂപ ലാഭം വരുമ്പോൾ വ്യാജന് ലിറ്ററിന് 40-50 രൂപ വരെ ലാഭം കിട്ടുന്നു. പേപ്പറിലെടുത്ത് എന്നും വായിച്ചത് തന്നെ കാണുന്നുള്ളൂ. ജനങ്ങൾക്ക് ഒരു ആശങ്ക. ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഇത് തന്നെ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് പേടിയാണ് വെളിച്ചെണ്ണ വാങ്ങിക്കാൻ. കാരണം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ എവിടെയാണ് എന്താ ചെയ്യണേ, എന്താ കൊടുക്കുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. ഇപ്പം ഞങ്ങൾ നല്ല കൊടുത്താൽ പോലും ആൾക്കാർക്ക് സംശയം. ചിലർ എന്നോടൊന്ന് നേരിട്ട് പലരും ചോദിക്കാൻ ഫോൺ ചെയ്ത് ഇങ്ങനെയൊക്കെ കേൾക്കുന്നു, വെളിച്ചെണ്ണ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുമോ, മില്ലിൽ പലർക്കും ഞങ്ങൾ ആട്ടിക്കൊണ്ടിരിക്കുന്ന എണ്ണ എടുത്ത് കൊടുക്കണം. ഇപ്പോൾ ആ സംശയം തീർക്കാൻ വേണ്ടി ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ സംശയം ദൂരേരിക്കുക. ഇപ്പം അങ്ങനെ ആ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മായം കാരണം കുറേ മില്ലുകാർ പോയിട്ടുണ്ട്. ചിലർ സ്വന്തം മാട്ടാണ്ട് എണ്ണ മേടിച്ച് വിൽക്കുന്നുമുണ്ട്. പിന്നെ ചില മില്ലുകാരുണ്ട് ഇപ്പോഴും വോളിയം കുറഞ്ഞാലും വില കൂട്ടി നല്ല വെളിച്ചെണ്ണ മാത്രം വിൽക്കണ മില്ലുകാരും റീറ്റെയിൽ ചെയ്യണവരും ഉണ്ട്.
ചുരുക്കത്തിൽ നമ്മുടെ ഒരു പരമ്പരാഗത വ്യവസായം തകരുന്നു, ഒപ്പം പൊതുജനാരോഗ്യം വഷളാകുന്നു. ഭക്ഷ്യോൽപ്പന്നങ്ങളിലെ ഇത്തരം കബളിപ്പിക്കലുകൾ കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോകുന്നു. അല്ലെങ്കിൽ കാലവിളംബം ഉണ്ടാകുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന ഭക്ഷണപാനീയങ്ങൾ ചെക്ക് പോസ്റ്റുകളിൽ തന്നെ പരിശോധിക്കാൻ വേഗതയുള്ള ഒരു സംവിധാനം ഇല്ല. ഗുണനിലവാരം ഇല്ലാത്തതാണെന്ന് കണ്ടാൽ തിരിച്ചയക്കുക പോലും ചെയ്യാതെ നശിപ്പിച്ചു കളയാൻ ഉപഭോക്തൃ സംസ്ഥാനത്തെ അനുവദിക്കുന്ന തരത്തിൽ അന്തർ സംസ്ഥാന വാണിജ്യ ഉടമ്പടികളിൽ എഴുതിച്ചേർക്കലുകൾ ഉണ്ടാവേണ്ടത് കേരളത്തെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. ഞങ്ങൾ പറയുന്നത് അവിടെ ഒരു സ്റ്റേഷൻ മൊബൈൽ ലാബ് വേണം. ഇതിൻ്റെ ID വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 5-10 മിനിറ്റിൻ്റെ സമയമുള്ളൂ. അതിൻ്റെ കിറ്റ് അത്ര എക്സ്പെൻസീവ് അല്ല. ID വാല്യൂ ആണ് ഇതിൽ മറ്റുള്ള എണ്ണ മിക്സ് ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കേണ്ട കാര്യം. ഇപ്പോൾ പാരഫിൻ വാക്സ് അത് കുറച്ചും കൂടി എക്യുപ്മെൻറ്റ്സ് വലുത് വേണം. പക്ഷേ മറ്റുള്ള ഭക്ഷ്യ എണ്ണ ഇതിൽ മിക്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. എല്ലാ ചെക്ക് പോസ്റ്റിലും സ്റ്റേഷൻ്റെ മൊബൈൽ ലാബ് ഉണ്ടെങ്കിൽ അതുപോലെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ദുബായിൽ. എല്ലാ ലോട്ടും ടെസ്റ്റ് ചെയ്ത് 4ാമത്തെ ദിവസമാണ് റിസൾട്ട് തരുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് റിലീസ് ഓർഡർ കിട്ടുള്ളൂ പോർട്ടിൽ നിന്ന്. വെളിച്ചെണ്ണയിലെ മായം സംബന്ധിച്ച ചില വാർത്തകൾ പുറത്തുവരുന്നത് തങ്ങളെ സംബന്ധിച്ച് കാടടച്ച് വെടിവെച്ചതുപോലെ ആയി എന്നാണ് ചെറുകിട പരമ്പരാഗത കൊപ്ര മില്ലുകാർ പറയുന്നത്. ഉപഭോക്താക്കൾ എല്ലാവരെയും സംശയത്തോടെ കാണുന്നു എന്നും സ്ഥിരമായ ഇടപാടുകാർ പോലും വരാതെയായി എന്നും അവർ പറയുന്നു. വ്യാജ ഉൽപ്പന്നങ്ങൾ കടന്നുകയറുന്നതും കബളിപ്പിക്കപ്പെടുന്നു എന്ന തോന്നൽ ഉണ്ടാകുന്നതും കാരണം നെല്ലും പതിരും തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലാണ് ഉപഭോക്താക്കൾ. നമ്മുടെ സ്വന്തം ഉൽപ്പന്നമായ വെളിച്ചെണ്ണയെ ഉപേക്ഷിച്ച് പാം ഓയിലിലേക്കും സൂര്യകാന്തി എണ്ണയിലേക്കും പലരും തിരിഞ്ഞിട്ടുമുണ്ട്. തീർച്ചയായും ഈ ആശങ്കകൾ മാറേണ്ടതുണ്ട്. ഇവിടെ തന്നെ കൊപ്ര ആട്ടിയാലേ നല്ല വെളിച്ചെണ്ണ കിട്ടുള്ളൂ. വരുന്ന വെളിച്ചെണ്ണ എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ അതിൽ മായം കലർത്തിയോ ഇല്ലയോ എന്ന് ഒന്നുമല്ല കർശനമായ എന്തെങ്കിലും പരിശോധന കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് അയക്കാവുള്ളൂ. അല്ലെങ്കിൽ കൊണ്ടുവന്ന എല്ലാത്തിലും തന്നെ മായം ഉണ്ടാവും. പിന്നെ ഇവിടെയുള്ള പൊതുവേ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ തേങ്ങ കുറവാണ്, അതുകൊണ്ടാണ് കൊണ്ടുവരുന്നതെന്ന്. വേണമെങ്കിൽ തേങ്ങയായിട്ട് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊപ്രയാക്കി ആട്ടാവുന്നതേ ഉള്ളൂ. ആ പ്രശ്നം ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വെളിച്ചെണ്ണയിലെ മായം പരിശോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കീഴിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടുമായി 3 പരിശോധനാ കേന്ദ്രങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ നാളികേര വികസന ബോർഡിന്റെ കീഴിൽ എറണാകുളത്തെ വാഴക്കുളത്ത് ഒരു ക്വാളിറ്റി ടെസ്റ്റിംഗ് ലാബും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം അടുത്തിടെയായി നടത്തിയിട്ടുള്ള പരിശോധനകളിൽ ബ്ലീച്ച് ചെയ്ത കരിയോയിലിന്റെയും ലിക്വിഡ് പാരഫിന്റെയും സാന്നിധ്യം അപൂർവമായി മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അതേസമയം ഭൂരിഭാഗത്തിലും പാം ഓയിലിന്റെയും പാം കർണൽ ഓയിലിന്റെയും സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പാം ഓയിൽ ഉണ്ടാക്കുന്നത് പനന്തേങ്ങയുടെ പൾപ്പിൽ നിന്നാണ്. അകംതോടിനകത്തുള്ള കുരുവിൽ നിന്നാണ് പാം കർണൽ ഓയിൽ ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും ഭക്ഷ്യയോഗ്യമായ വിഭാഗത്തിൽ പെടുന്നവയാണ്. അതിനാൽ ഇവയുടെ ചേരുവ ഹാനികരമായ മായം കലർത്തൽ എന്ന ഗണത്തിൽ വരുന്നതല്ല. ഗുണനിലവാരമില്ലാത്ത മായം കലർത്തൽ എന്ന് മാത്രമേ പറയാൻ കഴിയൂ. മായം ചേർക്കൽ നിരോധന നിയമത്തിൽ ഇതെല്ലാം കുറ്റകരവും ശിക്ഷാർഹവുമായിരുന്നു. ഇന്ന് പ്രിവെൻഷൻ ഓഫ് അഡൾട്രേഷൻ ആക്ട് അഥവാ മായം ചേർക്കൽ നിരോധന നിയമം ഇല്ല. പകരം ഫുഡ് സേഫ്റ്റി ആക്ട് അഥവാ ഭക്ഷ്യസുരക്ഷാ നിയമമാണ് നിലവിലുള്ളത്. ഗുണനിലവാര പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം മായം ചേർക്കൽ സ്ഥിരീകരിച്ചാൽ തന്നെ തുച്ഛമായ പിഴയൊടുക്കുകയേ വേണ്ടൂ. വെളിച്ചെണ്ണയിൽ ഇപ്പോൾ പാം കർണൽ ഓയിലും വെളുപ്പിച്ച കരി ഓയിലും പിന്നെ ലിക്വിഡ് പാരഫിൻ ഓയിലൊക്കെ ചേർക്കും. ഇതെല്ലാം പെട്രോളിയം പ്രോഡക്റ്റാണ്. ഈ പെട്രോളിയം പ്രോഡക്റ്റുകൾ ചേർത്ത് വെളിച്ചെണ്ണയിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ആരോഗ്യത്തിന് ഹാനികരമാണ്. ഈ ആരോഗ്യത്തിന് ഹാനികരമായ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ആരോഗ്യം നശിച്ചാൽ അതിന് സമാധാനം ആരാണ് പറയേണ്ടത്? ഒരു ഉപഭോക്താവ് പണം കൊടുത്ത് തന്നെയാണ് വെളിച്ചെണ്ണയായാലും എന്ത് സാധനങ്ങൾ ഉൽപ്പന്നങ്ങളായാലും വാങ്ങുന്നത്. അതിന് മായം കലരാത്തത് കൃത്യമായിട്ട് കിട്ടണം. പാം കർണൽ ഓയിൽ സബ്സ്റ്റാൻഡേർഡ് ആക്കുന്നു എന്നുള്ളതാണ് ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം. പാം കർണൽ ഓയിൽ ഭക്ഷ്യ എണ്ണയുടെ കൂട്ടത്തിൽ എഡിബിൾ ഓയിൽപ്പെട്ട ഒന്നാണ്. അത് ചേർത്താൽ വെളിച്ചെണ്ണയിൽ പാം കർണൽ ഓയിൽ ചേർത്ത് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഒരു കാരണവശാലും ദൂഷ്യമല്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ സബ്സ്റ്റാൻഡേർഡ് ആകുമ്പോൾ അത് മായം ചേർക്കൽ നിരോധന നിയമത്തിൽ ഉൾപ്പെടുന്നതാണ്. ഉദാഹരണത്തിന് പാലിൽ വെള്ളം ചേർത്താൽ അത് വെള്ളം ഹാനികരമായ വസ്തുതയല്ല, പക്ഷേ പാലിൻ്റെ ഗുണനിലവാരം ഇല്ലാതാക്കുന്നു, സബ്സ്റ്റാൻഡേർഡ് ആക്കുന്നു പാലിൻ്റെ. അപ്പോൾ അത് മായം ചേർക്കൽ നിരോധന നിയമപ്രകാരം പണ്ട് ശിക്ഷാർഹമായിരുന്നു. ഇപ്പോൾ മായം ചേർക്കൽ നിരോധന നിയമം നിലവിലില്ലാതായി. പകരം അത് ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. പകരമായിട്ട് പാർലമെന്റ് 2006 പാസ്സാക്കിയതായിരുന്നു ഫുഡ് സേഫ്റ്റി ആക്ട്. അത് പക്ഷേ 2011 ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആക്ട് നോട്ടിഫൈ ചെയ്ത് വരുന്നത്. എഡിബിൾ ഓയിൽ ആണെങ്കിലും പ്യുവർ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതൊന്നും പാടില്ല. നമുക്ക് ഇപ്പൊ പാലിനകത്ത് തന്നെ നിശ്ചിത നിലവാരമില്ലാത്തതാണെങ്കിൽ ഈ ഫുഡ് സേഫ്റ്റി ആക്ടിനകത്ത് തന്നെ വരുമോ? അത് വെള്ളം ചേർക്കണമെന്നില്ല. അതിനകത്ത്
ഫാറ്റ് കണ്ടന്റും SNF-ഉം, അതായത് അതിനകത്ത് ഖരപദാർത്ഥങ്ങളും അതുപോലെ തന്നെ ഫാറ്റ് കണ്ടന്റ് കുറവാണെങ്കിൽ പോലും അതിന് ഈ ഫുഡ് സേഫ്റ്റി ആക്ടിന്റെ നിർവചനം അനുസരിച്ചിട്ട് അത് അഡൾട്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ സബ് സ്റ്റാൻഡേർഡ് ആവും. എന്നാൽ മായം ചേർത്ത വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന പേരിൽ വിൽക്കുന്നത് ഉപഭോക്താവിനെ കബളിപ്പിക്കൽ തന്നെയാണ്. നിലവാരമില്ലാത്തതും വില കുറഞ്ഞതുമായ ഇത്തരം ഭക്ഷ്യ എണ്ണകൾ ചേർത്താൽ വില നന്നായി കുറയ്ക്കാൻ കഴിയും. ചുരുക്കത്തിൽ നിയമങ്ങളുടെ പഴുതുകളിലൂടെയാണ് ഇത്തരം വ്യാജന്മാർ വിളയാട്ടം നടത്തുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ചില വെളിച്ചെണ്ണ ബ്രാൻഡുകളിൽ പോലും സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ സാമ്പിൾ പരിശോധനയിൽ പാം ഓയിലിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായാണ് വിവരം. പാം കർണൽ ഓയിലിൻ്റെയും കോമ്പോസിഷനും കോക്കനട്ട് ഓയിൽ കോമ്പോസിഷൻ ഏകദേശം ഫാറ്റി ആസിഡ് കോമ്പോസിഷൻ സെയിം ആയതുകൊണ്ട് ഈ സ്മോൾ ക്വാണ്ടിറ്റീസിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യാനുള്ള മെത്തേഡ് ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിന് നമ്മളൊരു സ്പെഷ്യലായിട്ട് ഇപ്പോൾ ദർ ആർ സം ന്യൂ മെത്തേഡ്സ് ലൈക്ക് ഫോറിയർ സീരീസ് സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറഞ്ഞിട്ട് കോസ്റ്റ്ലി എക്യുപ്മെൻറ്റ്സ് ആണ്. പക്ഷേ വി ആർ ട്രൈങ് ടു ആക്ച്വലി ഗെറ്റ് ട്രെയിനിങ് ഇൻ ദാറ്റ് ഫീൽഡ്. അതാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചെയർമാൻ തന്നെ പറഞ്ഞിങ്ങനെ വി ഷുഡ് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന നിലയ്ക്ക് നമുക്കൊരു കൂടുതൽ റെസ്പോൺസിബിലിറ്റി എന്ന നിലയ്ക്ക് വി ഷുഡ് ബി ഏബിൾ ടു ആസ് എ സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി, ആസ് എ സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി ഫോർ കോക്കനട്ട്, ഓർഗനൈസേഷൻ ഫോർ കോക്കനട്ട്, നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അത് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് വി ഹാവ് നൗ ട്രൈ ടു ഹാവ് കൊളാബറേഷൻ വിത്ത് ഡിഫറെൻറ്റ് റെപ്യൂട്ടഡ് ലാബ്സ്. നോർത്തേൺ ലാബ്സിൽ തന്നെ ഇപ്പോൾ നാഷണൽ കെമിക്കൽ ലാബോറട്ടറി പൂനെയിലും അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി പല മെത്തേഡ്സിൽ അതിൻ്റെ ഫെസിലിറ്റി, ട്രെയിനിങ് ഫെസിലിറ്റി ഇപ്പോൾ നമ്മുടെ കെമിസ്റ്റിന് തന്നെ ഈ ഇന്നത്തെ ഈ ലാബിൻ്റെ ഈ സ്പെക്ട്രോഫോട്ടോമെട്രിയുടെ അഫ്കോഴ്സ് ദർ ആൾ കോസ്റ്റ്ലി ഗോയിങ് ടു ക്രോർസ്, 1.5 to 2 crores ഒക്കെ വരും ഈ ഇങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ. പക്ഷേ എന്തായാലും വി ആർ ട്രൈങ് ടു എക്യുപ്പ് അവർ ലാബ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ തിങ്. രുചിയും ഗന്ധവും ഒരുപോലെ ഇരിക്കുന്നതിനാൽ മായം ചേർത്ത വെളിച്ചെണ്ണ തിരിച്ചറിയാൻ പ്രയാസമാകുന്നു. മണവും രുചിയും ഒന്നും കൊണ്ട് നല്ല വെളിച്ചെണ്ണയെ തിരിച്ചറിയാനാകില്ല. കാരണം ഇതെല്ലാം കൃത്രിമമായി ചേർക്കാനാകും. നല്ല വെളിച്ചെണ്ണയെ തിരിച്ചറിയുന്നതിന് നമുക്ക് തന്നെ ചെയ്യാവുന്ന ചില പരിശോധനകൾ ഇനി പറയാം. മഞ്ഞുകാലത്ത് വെളിച്ചെണ്ണ കട്ട പിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് വ്യാജൻ എന്ന്. ശുദ്ധമായ വെളിച്ചെണ്ണ തണുപ്പ് കാലത്ത് കട്ടിയാകും. കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഫ്രീസറിൽ വെച്ച് നോക്കുകയും ചെയ്യാം. കട്ടിയാകുന്നുവെങ്കിൽ അത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. കട്ടിയാവാതെയും കുഴമ്പ് പരുവത്തിലും ഇരിക്കുന്നുവെങ്കിൽ അതിൽ മായം കലർന്നിട്ടുണ്ട് എന്നർത്ഥം. നമ്മൾ സാധാരണ പറയുന്നത് ഒരു ഓയിൽ നമ്മൾ ഇപ്പോൾ കോക്കനട്ട് ഓയിൽ മാത്രമല്ല വേറെ ഏത് ഓയിലും നമ്മൾ രണ്ടാമത് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ നോർമലി നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ ഇഫ് യു ഗോ ടു ബനാന ചിപ്സ് ഓർ നമ്മുടെ ഇങ്ങനത്തെ സെൻറ്റേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഈ ഓയിൽ തന്നെ ദേ വിൽ ബി റീയൂസിങ് 2 or 3 times. ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ വെളിച്ചെണ്ണ ആരും കളയാറില്ല. അപ്പോൾ അത് സാധാരണ റീയൂസ് ചെയ്യാറുണ്ട്. പക്ഷേ വെളിച്ചെണ്ണയൊക്കെ സംബന്ധിച്ചാൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഓയിൽ വെളിച്ചെണ്ണയാണ്. ഏറ്റവും മറ്റേ വാട്ട് യു കോൾ സേഫായ ഉള്ള ഓയിൽ കോക്കനട്ട് ഓയിൽ തന്നെയാണ്. ബട്ട് സ്റ്റിൽ ദാറ്റ് ഓൾസോ ഇഫ് യു റീയൂസ് 3 or 4 times ചിലപ്പോൾ മറ്റേ പെറോക്സിഡേഷൻ ഉള്ളതുകൊണ്ട് അത് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് സ്റ്റമക്ക് പ്രോബ്ലംസ് ഓൾസോ. അപ്പോൾ അങ്ങനെ സാധാരണ അവർ പറഞ്ഞത് നമ്മൾ ഒരു ഓയിലും റീയൂസ് ചെയ്യാൻ പാടില്ല. സോ ദാറ്റ് സച്ച് ടൈപ്സ് ഓഫ് ഓയിൽ ഓൾസോ ക്യാൻ കം ഇൻ ടു ദ മാർക്കറ്റ്. തനിനാടനും ശുദ്ധവുമായ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ വെളിച്ചെണ്ണ ഉൽപ്പാദകർ കടക്കണിയിലേക്ക് മൂക്കുകുത്തുമ്പോഴാണ് വ്യാജന്റെ വിളയാട്ടം വ്യാപകമാകുന്നത്. വെളിച്ചെണ്ണയിൽ മായം കലർത്തുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ചില കൂട്ടായ്മകൾ കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്നത് ആശാവഹമാണ്. അത്തരത്തിൽ ഒരു കൂട്ടായ്മയാണ് സേവ് കോക്കനട്ട് ഓയിൽ ഫോറം. SaveCoconutOil.com എന്ന വെബ്സൈറ്റിലൂടെ വ്യാജ വെളിച്ചെണ്ണ ബ്രാൻഡുകളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനും ഉപഭോക്താക്കൾക്ക് വേണ്ടി ഇത്തരം വ്യാജന്മാർക്കെതിരെ നിയമയുദ്ധം നടത്തുന്നതിനും സന്നദ്ധരായ ഒരു കൂട്ടായ്മയാണ് ഇത്. ഉദ്ദേശം അഡൾട്രേഷൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. മെയിനായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക. അതിൽ ഏറ്റവും പ്രധാനം ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അഡൾട്രേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മറ്റേ പാം ഓയിലായാലും ശരി, പാം കർണൽ ഓയിലായാലും ശരി, എന്ത് ഓയിലായാലും ശരി, ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് വെളിച്ചെണ്ണയിലെ അയഡിന്റെ അംശം 7.5 മുതൽ 10% വരെയാണ്. 8 മുതൽ 9 വരെ ഉള്ളത് ഉന്നത ഗുണമേന്മയുള്ളതാണ്. എന്നാൽ വെളിച്ചെണ്ണയിൽ 10 മുകളിൽ അയഡിൻ കണ്ടാൽ അതിൽ മായമുണ്ടെന്ന് ഉറപ്പിക്കാം. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആലുവ സൗത്ത്, സ്റ്റെർലിംഗ് ടെസ്റ്റ് ഹൗസ് കൊച്ചി, SGS കൊച്ചി, ഇന്റർഫീൽഡ് ലബോറട്ടറി കൊച്ചി എന്നിങ്ങനെ അംഗീകാരമുള്ള 4 ലാബുകൾ കേരളത്തിലുണ്ട്. മായം ഉണ്ടെന്ന് സംശയം തോന്നിയാൽ സാമ്പിളുകൾ ബില്ലടക്കം വാങ്ങി കൂട്ടായ്മയെ വിവരമറിയിച്ചാൽ അവരുടെ പ്രതിനിധികൾ എത്തി സാമ്പിളുകൾ ലാബിൽ കൊണ്ടുവന്ന് പരിശോധനാഫലം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. വെളിച്ചെണ്ണയിൽ ഏതെങ്കിലും തരത്തിലുള്ള മായമുണ്ടെന്ന് തോന്നിക്കുകയാണെങ്കിൽ അവർ 2 പാക്കറ്റ് വെളിച്ചെണ്ണ ബില്ല് പ്രകാരം വാങ്ങി നമ്മളെ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ സംഘടനയുടെ വെബ്സൈറ്റാണ് www.savecoconutoil.com എന്നുള്ളത്.
ഇതിൽ പരിശോധിച്ചാൽ വെളിച്ചെണ്ണയുടെ പാരാമീറ്റർ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ ഏതൊക്കെ ഘടകങ്ങളാണ് ശരിയായിട്ടുള്ളതെന്നുള്ളത് അതിൽ അറിയാൻ പറ്റും. ഇതിന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ മായമുണ്ടെന്ന് തോന്നിയാൽ ഇതിൽ നമ്മളൊരു കോൾ സെൻ്റർ ഉണ്ട്. 9048499922 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഇവർ എവിടെയാണ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് നമ്മുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോയി കളക്ട് ചെയ്ത് അത് നമ്മുടെ ചിലവിൽ തന്നെ അത് ഞങ്ങളുടെ സംഘടനയുടെ ചിലവിൽ തന്നെ അത് ടെസ്റ്റ് ചെയ്ത് നമ്മൾ റിസൾട്ട് നമ്മുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയും അതിൽ ഏതെങ്കിലും തരത്തിൽ മായമുണ്ടെന്ന് അറിഞ്ഞാലാണ് നമ്മൾ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യലും ഇതെല്ലാം ചെയ്യുക. മായമുണ്ടെന്ന് അറിഞ്ഞാൽ ആദ്യം നമ്മുടെ ഈ അതിൻ്റെ പ്രൊഡ്യൂസറെ നമ്മൾ അറിയിക്കും, ഇത് വാൺ ചെയ്യും നമ്മൾ. പിന്നെയും അവരത് ഇത് കുറച്ച് കാലത്തിന് ശേഷം സെയിം പ്രൊസീഡിയർ തന്നെയാണെങ്കിൽ ഇനി മായം ചേർത്ത വെളിച്ചെണ്ണ വിൽക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. മറ്റേ ഈ സംഘടനയുടെ ചെലവിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അത് വെളിച്ചെണ്ണ മറ്റേ അഡാൾട്ടറേറ്റഡ് ആണ് എന്ന് തീരുമാനമായാൽ നമ്മളിതിൻ്റെ വെളിച്ചെണ്ണയുടെ ചെലവ് കൊടുക്കുന്നതായിരിക്കും. ഏതായാലും മായം ചേർക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ കമ്പോളത്തിൽ ഉണ്ടാകാതിരിക്കുന്നതിന് സർക്കാർ അടിയന്തര ശ്രദ്ധ പതിപ്പിച്ചേ മതിയാകൂ. സേവ് കോക്കനട്ട് ഫോറത്തിനൊക്കെ ചില പരിമിതികളുണ്ട് നിയമപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും. അതെല്ലാം സർക്കാർ തലത്തിലാണ് അതിൻ്റെ പരിഹാരം കാണേണ്ടത്. സർക്കാർ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ പിന്നോക്കം പോയതുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായത് തന്നെ. ഈ അഡാൾട്രേഷൻ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ കൊച്ചിൻ ഓയിൽ മർച്ചൻറ്റ്സ് അസോസിയേഷൻ നമ്മൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് സർക്കാരിൻ്റെ അടുത്ത് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. ഈ വെളിച്ചെണ്ണയിലെ മായം കണ്ടുപിടിക്കണം, അതിനെതിരെ പോരാടണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. എന്നിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളിലും ശരിയായ ശക്തമായിട്ടുള്ള നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന ഒരു അഭ്യർത്ഥനയും കൂടി ഞങ്ങൾക്ക് സർക്കാരിനോടുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന ഭക്ഷണപാനീയങ്ങളുടെ ഗുണനിലവാര പരിശോധന കർശനമാക്കേണ്ടത് നമ്മുടെ പൊതുജനാരോഗ്യ പ്രശ്നം കൂടിയാണ്. അന്യരാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുമ്പോൾ അവർ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷമേ അത് സ്വീകരിക്കൂ. ഗുണനിലവാരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചാൽ കയറ്റുമതിക്കാർക്ക് കനത്ത നഷ്ടവും ഒരുപക്ഷെ തുടർ കയറ്റുമതിക്കുള്ള അനുമതി നിഷേധിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. അത്തരത്തിൽ കാർക്കശ്യം ഉള്ളതുകൊണ്ട് തന്നെ കയറ്റുമതി ഉൽപ്പന്നങ്ങൾ പലപ്പോഴും ഉന്നത ഗുണനിലവാരം പുലർത്തുന്നവയാണ്. അന്യസംസ്ഥാന കച്ചവടക്കാരെ സംബന്ധിച്ച് കേരളം അവരുടെ നല്ല മാർക്കറ്റാണ്. അത് ഇല്ലാതാക്കാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കില്ല. അതിനാൽ ഇവിടേക്ക് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉന്നത ഗുണനിലവാരം വേണം എന്ന് നമ്മൾ ശാഠ്യം പിടിച്ചാൽ ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് കിട്ടില്ല എന്ന് ബോധ്യം വന്നാൽ, സർക്കാർ തലത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് വന്നാൽ കയറ്റിവിടുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ശ്രദ്ധിക്കുന്നതിന് അതാത് സംസ്ഥാനങ്ങളിൽ തന്നെ സംവിധാനങ്ങൾ ശക്തമാകും. പൊതുപ്രവർത്തകനും കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലറുമായ തമ്പി സുബ്രഹ്മണ്യം ഈ വിഷയം മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാര പരിശോധനാ സംവിധാനങ്ങൾ ചെക്ക് പോസ്റ്റുകളിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലും സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിക്കുകയും ചെയ്തു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് വന്നതിന് ശേഷം സംസ്ഥാന ബഡ്ജറ്റ് ഉണ്ടായി. ഞാൻ മനസ്സിലാക്കിയത് ഈ സംസ്ഥാന ബഡ്ജറ്റ് ₹1 പോലും ഇത്തരത്തിലുള്ള ലാബിന് വേണ്ടി മാറ്റിവെക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. മായം കലർന്ന ഇത്തരത്തിലുള്ള വെളിച്ചെണ്ണ എത്രയും പെട്ടെന്ന് കണ്ടുകെട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യാവകാശ വിഷയമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് മനുഷ്യാവകാശ കമ്മീഷന് ഞാൻ പരാതി നൽകുകയും മനുഷ്യാവകാശ കമ്മീഷന്റെ JV കോശി അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുവാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ പോലീസ് സ്റ്റേഷന്റെ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനത്ത് അർബുദ കോശങ്ങൾ കണ്ടെത്തിയിട്ടുള്ളവരുടെ എണ്ണം 50% അടുക്കുന്നു എന്നാണ് ഏകദേശ വിവരം. ഭക്ഷണ പദാർത്ഥങ്ങളിലെ വിഷമാലിന്യങ്ങളും അശാസ്ത്രീയമായ ഭക്ഷണശീലങ്ങളുമാണ് നമ്മെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണശീലത്തിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്താൻ നാം തയ്യാറാകണം. ഭക്ഷണപാനീയങ്ങളിലെ വിഷമാലിന്യങ്ങൾ തടയുന്നതിന് സർക്കാർ തലത്തിൽ കർശനമായ ഇടപെടലും അനിവാര്യമാണ്. അതുണ്ടായാൽ തന്നെ നേരത്തെ പറഞ്ഞ കണക്ക് 30% കുറയ്ക്കാൻ കഴിയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ അധികാരികളും ഉദ്യോഗസ്ഥരുമെല്ലാം വിമുഖത കാട്ടുകയാണ്.
തങ്ങൾ ലോകാരോഗ്യ ദിനാചരണ പരിപാടികളുടെ സംഘാടനത്തിന്റെ തിരക്കിലാണെന്നായിരുന്നു ഒരു ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. ആരെ ബോധിപ്പിക്കാനാണ് ഈ കെട്ടുകാഴ്ചകൾ? ലോകാരോഗ്യം പോയിട്ട് ഒരു പഞ്ചായത്തിന്റെയെങ്കിലും ആരോഗ്യം സംരക്ഷിക്കാനുള്ള ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ. ഓരോ വീട്ടിലും ഓരോ സംരംഭകൻ എന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തും മുൻപേ ഓരോ വീട്ടിലും ഒരു അർബുദ രോഗി എന്ന കാനേഷുമാരി കണക്ക് എത്താതിരിക്കട്ടെ. പുതിയ ആശുപത്രികൾ സ്ഥാപിക്കുന്നതിന് അരയും തലയും മുറുക്കുകയാണ് അധികാരികൾ. ഏതായാലും ഒരു തലമുറയുടെ തന്നെ ആരോഗ്യത്തെ അപ്പാടെ നശിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ പലവ്യഞ്ജന വിപണി പുരോഗതി പ്രാപിക്കുന്നത്. നിലവാരം കുറഞ്ഞ എണ്ണയും മാരക രോഗങ്ങൾക്കിടയാക്കുന്ന വിഷാംശങ്ങളും കലർത്തി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വെളിച്ചെണ്ണ വിലക്കുറവിൻ്റെ പേരിൽ മാത്രം വാങ്ങി ഉപയോഗിക്കാൻ നാം തയ്യാറായാൽ വരും തലമുറയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാകും അത്. ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച.